ഈ കുട്ടിക്കലാശം അതിന്റെ തിരശ്ശീല വീഴാൻ ഈ 4 മിനിറ്റ് നിങ്ങൾ കണ്ടോളൂ. പാലക്കാടൻ രാഷ്ട്രീയ ചൂടിന്റെ മുഴുവൻ ആവേശവും പകർന്നുകൊണ്ട് വളരെ ദീപ്തമായ മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കുട്ടിക്കലാശം അതിന്റെ ക്ലൈമാക്സിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 24 ഗോൾഡൻ സ്ക്രീനിൽ എല്ലാ അരഞ്ഞാണവും അഴിച്ചുമാറ്റി നമ്മൾ ദൃശ്യങ്ങൾ മുഴുവൻ പ്രേക്ഷകരിലേക്ക് പകർന്നു തരികയാണ്. വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ അരഞ്ഞാണം നമ്മൾ അഴിഞ്ഞു മാറ്റുക. 3 മിനിറ്റ് 1 2 3 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ പാലക്കാട്ട് ആവേശ തിരമാലകൾ ആഞ്ഞടിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സുനാമി സമയത്തൊക്കെ നമ്മൾ ആകാശത്തുള്ള തിരമാലകളെ കണ്ടില്ലേ? അതേപോലെയുള്ള ആവേശ കൊടുമുടിയിൽ കയറുന്ന തിരമാലകൾക്കാണ് ഈ പാലക്കാടൻ പട്ടണം സാക്ഷ്യം വഹിക്കുന്നത്. അതിന്റെ ആകാശ ദൃശ്യമാണ്. മനുഷ്യ മഹാസമുദ്രം ചിതറിക്കിടക്കുന്ന പോലെ, തുണ്ടു പോലെ കൊച്ചു കൊച്ചു സമുദ്രങ്ങൾ ചിതറിക്കിടക്കുന്ന പോലെ അണമുറിയാത്ത ആവേശം മുഴുവൻ ആത്മാവിലടക്കി പ്രവർത്തകരെല്ലാം ഈ സംഗമഭൂമിയിൽ, ഈ യുദ്ധഭൂമിയിൽ ഒന്നടങ്കം തന്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ. ഇനി വിജയകുമാർ 2 മിനിറ്റിലേക്ക് കടക്കുകയാണ്. 2 മിനിറ്റ് 1 2 2 മിനിറ്റ്. എന്തെങ്കിലും ചെണ്ടക്കോലും ചെണ്ടയിൽ വീഴണമെങ്കിൽ ഇപ്പോഴടിച്ച് താർത്തോളൂ. ഇനി സമയം കിട്ടില്ല. ഇപ്പോഴിതാ ആകാശത്തായിരുന്ന ഡോക്ടർ പി സരിൻ താഴെ ഇറങ്ങി പ്രവർത്തകർ തോളിലെടുത്തപ്പോൾ തിരികെ കൊണ്ടുപോവുകയാണ്. ആകാശത്തും മനുഷ്യരുടെ തോളിലുമാണ് കുറച്ച് സമയമായി ഡോക്ടർ പി സരിനെ നമ്മൾ കാണുന്നത്. BJP സ്ഥാനാർത്ഥിയും എനിക്ക് തോന്നുന്നത് ആ ക്രെയിനിൽ നിന്ന് താഴെ ഇറങ്ങാൻ തുടങ്ങും. അദ്ദേഹത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും യഥാർത്ഥത്തിൽ ഇനി പ്രിയപ്പെട്ടവരെ 1 മിനിറ്റും 40 സെക്കൻഡ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ ക്ലൈമാക്സിൽ തിരിച്ചിൽ വീഴാൻ. ഈ നിറക്കൂട്ടിൽ പാലക്കാട് നഗരോരങ്ങൾ ക്ലൈമാക്സിലേക്ക് മുഖമുത്തി വീണിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 1.5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ക്ലൈമാക്സിന് തിരിച്ചിൽ വീഴുകയാണ്. കൊട്ടിക്കലാശം അവസാനിക്കും. ഈ ആവേശത്തിന്റെ കൊട്ടിക്കയറലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആകാശത്തോളം കടൽ പോലെ ആഞ്ഞടിക്കുന്ന ആവേശ തിരമാലകൾക്കാണ് പാലക്കാട് നഗരം സാക്ഷ്യം വഹിച്ചത്. ഒരു മുന്നണിയും ഇതുവരെ പ്രകടിപ്പിക്കാത്ത അത്ര കൂടുതൽ ആവേശം പകർന്ന ദീപ്തമായ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് അവസാന അംഗം കുറിക്കുന്ന ഈ മനോഹരമായ ദൃശ്യത്തിനാണ് 24 ഗോൾഡൻ സ്ക്രീൻ സമ്മാനിക്കുന്നത്. 1 മിനിറ്റ് വിജയകുമാർ, നിറക്കൂട്ടിൽ പാലക്കാട്, ആവേശക്കടലിൽ പാലക്കാട്, ക്ലൈമാക്സിലേക്ക് പാലക്കാട്. പറയൂ വിജയകുമാർ. 1 മിനിറ്റ് മാത്രം. പാലക്കാട് പരസ്യ പ്രചാരണത്തിന് ഇതാ കൊടിയിറങ്ങുകയാണ്. പകൽ പൂരത്തിന് കൊടിയിറങ്ങുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 1 മാസത്തിലേറെ നീണ്ട പരസ്യ പ്രചാരണത്തിൽ വിവിധ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയായ പാലക്കാട് ഇതാ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അവിടേക്ക് പരമാവധി വോട്ടർമാരെ എത്തിക്കുന്നതിൽ തൊട്ടുമുമ്പുള്ള പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം അത് വർണ്ണവിസ്മയങ്ങൾ തീർത്ത ഏതാണ്ട് പൂരം കണക്ക് സജീവമായിരുന്നു. വിജയകുമാർ ഇനി 24 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. എന്തൊരു പകിട്ടാണ്, എന്തൊരു ചന്തമാണ് ഈ ദീപ്തമായ ആവേശ പ്രകടനത്തിന്. കുട്ടിക്കലാശം ക്ലൈമാക്സിലേക്ക് കയറാൻ ഇനി 14 സെക്കൻഡ് മാത്രം. 14 13 12. പ്രിയപ്പെട്ടവരെ 25,000-ത്തിലും കാണികൾ, പ്രേക്ഷകർ യൂട്യൂബിൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രക്ഷേപണം കണ്ടുകൊണ്ടിരിക്കുന്നു. താങ്ക് യു മൈ ഡിയർ വ്യൂവേഴ്സ്. ആവേശ തിരമാലയുടെ കൊടുമുടികൾ കയറുന്ന ദീപ്തമായ നിമിഷങ്ങളാണ് 24 പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? മഹാജനസന്ധ്യയും സമയം കഴിഞ്ഞു. 6 മണി കഴിഞ്ഞു. 14 സെക്കൻഡ് കടന്നു. പാലക്കാടിന് പകൽ കിഴക്കൻ ചക്രവാളത്തിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു. അതിന്റെ പിന്നാലെ കുട്ടിക്കലാശനും തിരിച്ചിൽ വീഴുന്നു. അപ്പൊ ഇനിയിപ്പോ എല്ലാവർക്കും ശാന്തമായി നിശബ്ദ പ്രചാരണം. ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആഷ്മി താജ് ഇബ്രാഹിം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മൈക്കിലൂടെ സംസാരിക്കണം. നമ്മളുടെ മുഴുവൻ പ്രതികളും ഈ ആൾക്കൂട്ടത്തിനിടയിൽ നടുവിൽ നമ്മുടെ ആളുകൾ പെട്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തലതൊട്ടപ്പൻ എവിടെ നിന്നാലും തല ഉയർത്തി പിടിക്കുമെന്ന് പ്രേക്ഷകർ വിധി എഴുതുന്ന ആഷ്മി താജ് ഇബ്രാഹിമിനെ കാണാനില്ല. ഇപ്പോഴും ആ നൃത്ത ചുവടുകളൊക്കെ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. പോലീസിന്റെ സംയമനം അത് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തായാലും ഇടപെടലുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം 6 മണി വരെ മാത്രമേ കുട്ടിക്കലാശം അനുവദിക്കൂ. കുട്ടിക്കലാശന് തിരിച്ചിൽ വീഴുന്നു. കുട്ടിക്കലാശം ഇറങ്ങുന്നു. പൂരം കൊട്ടി ഇറങ്ങുകയാണ്. അതായത് മേളിൽ കയറി താഴേക്ക് ഇറങ്ങുകയാണ്. പൂരം കൊടി ഇറങ്ങുകയാണ്. ഇതാ BJP സ്ഥാനാർത്ഥി കൊടി അവിടെ ആകാശത്തേക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ട്. പേപ്പർ കഷ്ണങ്ങളോ ബലൂണുകളോ. ശ്രീകൃഷ്ണകുമാർ, താങ്കൾ സൂക്ഷിച്ചിറങ്ങണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ക്രെയിനാണ് അല്ലേ? BJPയുടെ കൊടിയല്ല, ക്രെയിനാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിറങ്ങണം. ആൾക്കൂട്ടത്തിനിടയിൽ ഇളക്കമുണ്ട്. അത് സ്ഥാനാർത്ഥി താഴെ ഇറങ്ങിയതിന്റെ ആണോ മറ്റെന്തെങ്കിലും
എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നറിയുമോ, പല നദികളായി ഒന്നിച്ചു ചേർന്ന നദികളായിരുന്നല്ലോ ഇവർ മൂന്നുപേരും. ഈ 3 നദികളായി വേർപിരിയാനുള്ള നിമിഷങ്ങളാണ്. ജനക്കൂട്ടം അവിടെ ചുഴികൾ ഈ കടലിലും അല്ല കായലിലും ഒക്കെ നദികളിലും ഒക്കെ കാണുന്ന ചുഴികൾ പോലെ ജനസഞ്ചയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി മാറുന്ന ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ വൃക്ഷത്തലപ്പുകൾക്ക് മുകളിലൂടെ നമ്മൾ കാണുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ സമയമാകുന്നു. എന്തായാലും അസ്തമയ സൂര്യന്റെ ഒരു ചുവപ്പ് കലർന്ന നിറം അല്ലേ ഈ ദീപ്തമായ നിമിഷങ്ങളെ കുളിരണിയിക്കുമ്പോൾ ഈ മനോഹരമായ ക്ലൈമാക്സ് പോലെ ഇതും ഈ കൊട്ടിക്കലാശം അവസാനിക്കുന്നു. അവിടെ ആകാശത്തേക്ക് ഇങ്ങനെ പൂക്കളും വർണ്ണ പേപ്പറും ഒക്കെ ഉയർന്നു പൊങ്ങുന്നുണ്ട്, നിശബ്ദമായിട്ടുണ്ട്. ഇതാ അസ്തമയ സൂര്യന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ കാണാം. പാലക്കാടിന്റെ ആകാശത്ത് അങ്ങനെ പല പല കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. വലിയ മുദ്രാവാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേട്ടത്. പാലക്കാടിനെ പ്രകമ്പനം കൊള്ളിച്ച രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പോളിംഗ് ബൂത്തിൽ എന്ത് പ്രകമ്പനം ഉണ്ടാക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഈ അടുത്ത 24 മണിക്കൂറിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊണ്ടുപിടിച്ച ശ്രമം പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക. അവർ ഈ 30-35 ദിവസങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പാലക്കാട്ടെ ജനങ്ങൾ പ്രതികരിച്ചോ എന്നതിൻ്റെ ഒരു ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അവിടെ അടിയൊഴുക്കുകൾ അതിശക്തമാണ്. അതിൽ ആരൊക്കെ പെട്ടുപോകും, അതിനെ അതിജീവിച്ച് ആരൊക്കെ അക്കരെ പറ്റുമെന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള കാത്തിരിപ്പാണ്. 20-ന് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പാലക്കാടിന്റെ മനസ്സിൽ ഒരുപിടി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും. അതിൽ ആരുടെ മുദ്രാവാക്യത്തോടൊപ്പമാണ് പാലക്കാട്ടെ ജനത? 80% ആളുകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുമോ? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. ഏതാണ്ട് 30-35 ദിവസം നീണ്ട പ്രചാരണത്തിന്റെ ദിവസങ്ങളിൽ ചർച്ചയാകാതെ പോയ വിഷയങ്ങളില്ല, ചർച്ചയാകാതെ പോയ പ്രശ്നങ്ങളില്ല. ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ ഒട്ടനവധിയായിരുന്നു. അതൊക്കെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് അറിയേണ്ടത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇന്നും ഉറക്കമില്ല. വാർ റൂമുകൾ കുറെ കൂടി ശക്തമാകുന്ന സജീവമാകുന്ന മണിക്കൂറുകളാണ്. ഒരിക്കൽ കൂടി വീടുകളിൽ സ്ലിപ്പുകൾ എത്തിയോ എന്ന് അന്വേഷിക്കണം. പ്രസ്താവനകളും അഭ്യർത്ഥനകളും എത്തിയോ എന്നറിയണം. എല്ലാ ബൂത്തുകളിലേക്കും അതിൻ്റെ ഏജന്റുമാരെ എത്തിയോ എന്നറിയണം. പോളിംഗ് ബൂത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിനപ്പുറത്ത് അവിടെ ബൂത്തുകൾ കെട്ടി സ്ലിപ്പുകളുമായി ആളുകൾ എത്തിയിട്ടുണ്ടോ എന്നറിയണം. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ജോലി. നാളെ രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്ത് തുടങ്ങുകയാണ്. പോളിംഗ് ബൂത്തുകൾ നാളെ ഉച്ചയാകുമ്പോഴേക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സജ്ജമാക്കേണ്ടതുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കണം. പോലീസിന് സുരക്ഷ പ്രധാനമാണ്. പാലക്കാട് തൊട്ടാൽ പൊള്ളുന്ന തരത്തിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ചകൾ മാറിയിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പാലക്കാടിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതറിയാൻ ഉള്ള മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിജയകുമാർ, യഥാർത്ഥത്തിൽ വണ്ടി പിടിക്കാനുള്ള ഓട്ടത്തിലാണ് പ്രവർത്തകർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മറ്റുള്ള ജില്ലകളിൽ നിന്ന് പാലക്കാട്ടേക്ക് ചേക്കേറിയ ആളുകൾ മുഴുവനും ജില്ല വിട്ടുപോകണം എന്നുള്ളതാണ് അല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം. ആ നിയമം പാലിച്ച് എത്ര ആളുകൾ ജില്ല വിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട്ടെ ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ ചെന്ന് കയറി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ മാത്രമല്ല നേതാക്കന്മാരുടെ പട തന്നെയാണ്. അതെല്ലാം മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ആളുകൾ തന്നെയാണ്. ആകാശച്ചരിവിൽ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ സമയമാകുന്നു. 6 മണിക്ക് കൊട്ടിക്കലാശം അവസാനിച്ചതാണ്. ഇനി പ്രവർത്തകർക്ക് പിരിഞ്ഞു പോകാനുള്ള സമയമാണ്. ഇരുട്ട് പരക്കുകയാണ്. ഈ ഇരുട്ടിനെ കീറിമുറിച്ച് നാളെ പ്രശാന്ത സുന്ദരമായ കാതോട് കാതോരം ചൊല്ലി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കും. മറ്റന്നാൾ വിധി എഴുതും. ഈ വിധി നമ്മൾ പ്രഖ്യാപിക്കുക 23-ാം തീയതി. ഹാഷ്മി താജ് ഇബ്രാഹിമും ഞാനും SP ജയകുമാറും ചേർന്ന പതിവ് ത്രിമൂർത്തി സംഗമം അവിടെ ഉണ്ടാകും. ആ സംഗമത്തിൽ നമ്മൾ ഏത് സ്ഥാനാർത്ഥിയാണ് വിജയ സോപാനത്തിലേക്ക് കയറുന്നത് എന്ന് പ്രഖ്യാപിക്കും. ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ മടിക്കുന്നു. കാരണം 1 മാസത്തോളമായി ഇവർ പാലക്കാടിൻ്റെ മണ്ണിൽ ചുട്ടുപൊള്ളുന്ന ചൂടിന് കീഴെ സൂര്യന് കീഴെ പ്രവർത്തിച്ച് പരിചയം വന്ന പ്രവർത്തകർക്ക് പിരിഞ്ഞു പോകാൻ കഴിയുന്നില്ല. ആവേശം ഒടുങ്ങുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വാളെടുക്കും. പാലക്കാടിന്റെ സ്വയം സന്ധ്യ സ്കാൻ അതിന്റെ ആകാശ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. പാലക്കാട്ടെ ഇപ്പൊ വീണ്ടും അപ്പോ ഇരുട്ട് പരന്നു തുടങ്ങിയിട്ടുണ്ട്. എസ്കേൻ പറഞ്ഞതുപോലെ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അവിടെ പാലക്കാടിന്റെ മണ്ണിൽ. പക്ഷേ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ മണ്ണിൽ ഇരുട്ടല്ല, അതിങ്ങനെ വെളിച്ചമാണ്. ഈ രാത്രിയിൽ എന്തൊക്കെ ആലോചനകളാണ്, ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നതടക്കം വലിയ ആലോചനകളിലേക്കൊക്കെ പോയി അവരെയൊക്കെ കണ്ടുപിടിച്ച് ബൂത്തിലെത്തിക്കണം. അങ്ങനെ ജോലികൾ നിരവധിയാണ്. ഇപ്പോഴും അവിടെ മാനത്ത് പടക്കം പൊട്ടുന്നുണ്ട്. അതെ അതെ പോലെ പടക്കങ്ങൾ പൊട്ടുന്നത് ആകാശത്ത് നമ്മൾ കാണുന്നു. ആവേശത്തിന്റെ ആകാശത്ത് ഇനിയും മിന്നൽ പിണറുകൾ പോലെ ചില പടക്കങ്ങൾ പൊട്ടുന്നു.
പ്രിയപ്പെട്ട പ്രൊഫസർ വിജയകുമാർ, നമുക്ക് ഈ പ്രത്യേക ഈ കുട്ടിക്കലാശിന്റെ ബുള്ളറ്റിൻ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഇനി നാളെ ശാന്തമായ കാതോരമുള്ള പ്രചാരണ പരിപാടികളാണ്. വീടാന്തരം കയറിയിറങ്ങി ഓരോ വോട്ട് ഉറപ്പിക്കാൻ ഓരോ സ്ഥാനാർത്ഥിയും നാളെ പ്രാധാന്യം ഉണ്ടാക്കും. ഇന്ന് പ്രവർത്തകരെല്ലാം ജില്ലയിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്ന് വന്ന ആളുകൾ മുഴുവനും ജില്ല വിട്ടു പോകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന. അതനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. എന്തായാലും എത്ര ആളുകൾ പോകുമെന്ന് നമുക്കറിയില്ല. മറ്റന്നാളാണ് പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് കടന്നു ചെല്ലുക.